അസ്സലാമു അലൈക്കും. പരിഭാവനമായ പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ വളരെയധികം ദുഃഖിപ്പിക്കുന്ന വാർത്തകളാണ് സൗദി അറേബ്യയിൽ നിന്നും കേൾക്കുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അവിടുത്തെ ഭരണാധികാരികൾ സൗദി അറേബ്യ എന്ന് പറയുന്ന പരിഭാവനമായ ആ ഒരു ഭൂമിയെ പ്രവാചകർ മുത്തുനബി തങ്ങൾ ജനിച്ച ആ സുന്ദരമാക്കപ്പെട്ട നഗരത്തെ ഒരു പാശ്ചാത്യ സംസ്കാരം കൊണ്ടുവന്നുകൊണ്ട് ആ പരിഭാവനമായ ഭൂമിയുടെ ആ ഒരു പവിത്രതയെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന ഭരണാധികാരി കടന്നു വന്നതിന് ശേഷം സൗദി അറേബ്യയിലുണ്ടായ മാറ്റങ്ങൾ ലോകം ചർച്ച ചെയ്യപ്പെട്ടതാണ്. പലപ്പോഴും ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ വിലകൽപ്പിക്കാതെ അവിടെ ഒരു പാശ്ചാത്യ സംസ്കാരം കൊണ്ടുവരുവാൻ മുഹമ്മദ് ബിൻ സൽമാൻ അധികാരത്തിൽ കയറിയതിനു ശേഷം പലപ്പോഴായി ശ്രമിച്ചിട്ടുണ്ട്. ഇസ്ലാം ഹറാമാക്കിയ ആ മദ്യം പലയിടങ്ങളിൽ അവരുടെ കച്ചവട താൽപ്പര്യത്തിനായി അനുമതി കൊടുത്തു. അതോടൊപ്പം സിനിമാ തിയേറ്ററുകൾ ഓപ്പൺ ചെയ്തു. പൊതുയിടങ്ങളിൽ ആണിനും പെണ്ണിനും പരസ്പരം കൂത്താടാനും അഴിഞ്ഞാടാനും വേണ്ടി പൊതുവേദികളിൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ അനുമതി നൽകി. മറ്റു പാശ്ചാത്യ സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷങ്ങൾക്ക് അനുമതി കൊടുത്തു. അങ്ങനെ ആ പരിഭാവനമായ ഭൂമിയെ കളങ്കപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള നിയമങ്ങൾ മുഹമ്മദ് ബിൻ സൽമാൻ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്നാൽ ലോക സത്യവിശ്വാസികൾ വളരെയധികം പവിത്രമായി കാണുന്ന ഈ ഒരു പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ സത്യവിശ്വാസികളെ വല്ലാതെ വേദനിപ്പിക്കുന്ന, അവരെ നിരാശപ്പെടുത്തുന്ന സങ്കടകരമായ ചില നിയമങ്ങൾ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന ഭരണാധികാരി സൗദി അറേബ്യ നടപ്പിലാക്കി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത്രയും വർഷക്കാലം ഈ ഒരു പരിശുദ്ധ റമളാനിൽ പരിഭാവനമായ ആ ഒരു ഭൂമിയിൽ ഇതുവരെ കേൾക്കാത്ത ഒരു നിയമമാണ് മുഹമ്മദ് ബിൻ സൽമാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ കൊണ്ടുവന്ന ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ലൗഡ് സ്പീക്കറുകളുടെ ശബ്ദങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. സാധാരണയായി നമുക്കറിയാം, ഹറം പള്ളികളിലൊക്കെ വലിയ രീതിയിലുള്ള ലൗഡ് സ്പീക്കറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു ആ ലൗഡ് സ്പീക്കറുകൾ ഘടിപ്പിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനുമല്ല, ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒരേ സമയം നിന്ന് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരിടമാണ് മസ്ജിദുൽ ഹറം പരിസരങ്ങളും. അത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത് പലപ്പോഴും ദൂരെ നിൽക്കുന്ന ആളുകൾക്ക് ഇമാമിൻ്റെ ഓതലുകൾ കേൾക്കാൻ സാധിക്കില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ലൗഡ് സ്പീക്കറുകൾ ഘടിപ്പിച്ചിട്ടുള്ളത്. സൗദി അറേബ്യയിലെ പൊതുവേദികളിൽ ശബ്ദം കൂട്ടി ആണിനും പെണ്ണിനും പരസ്പരം കൂത്താടാനും അഴിഞ്ഞാടാനും ശബ്ദം കൂട്ടുന്നതിൽ ഈ ഭരണാധികാരിക്ക് ഒരു കുഴപ്പവുമില്ല. പകരം ഹറമിലെ പള്ളി നിസ്കാരത്തിന് ഉപയോഗിക്കുന്ന ലൗഡ് സ്പീക്കറുകളിൽ അത് ശബ്ദം കുറയ്ക്കുക എന്നുള്ള ഒരു നിയമമാണ് ഈ ഭരണാധികാരി കൊണ്ടുവന്നിരിക്കുന്നത്. പലപ്പോഴും ഇമാമുകൾ നിസ്കാരവേദിയിൽ ഖുർആൻ ഓതുന്ന സമയങ്ങളിലൊക്കെയാണ് ഇത് പലപ്പോഴും ആളുകൾക്ക് ബുദ്ധിമുട്ടായി മാറുന്നത്. രണ്ടാമതായി കൊണ്ടുവന്ന നിയമം, ഈ റമളാൻ മാസത്തിൽ അവിടെയുള്ള തറാവി നിസ്കാരത്തിൻ്റെയും മറ്റു അനുബന്ധ കർമ്മങ്ങളുടെയും കാര്യങ്ങളൊന്നും ടിവിയിലും മറ്റും ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, തറാവീൻ്റെയും പ്രാർത്ഥനകളുടെയും സമയങ്ങളെല്ലാം വളരെയധികം കുറയ്ക്കണമെന്നുള്ള നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലൂടെ സമയം ഒരുപാട് ലാഭിക്കുക എന്നുള്ളതാണ് ഇവർ പറയുന്ന ന്യായം. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലെ ഓരോ നിസ്കാരങ്ങളും ഇബാദത്തുകളുമെല്ലാം അത് ദീർഘിപ്പിച്ച് അതിലൂടെ പുണ്യങ്ങൾ കരസ്ഥമാക്കാനും അത് ധന്യമാക്കാനും വേണ്ടിയാണ്. പരിഭാവനമായ റമളാനിൽ ഓരോ ദീർഘമായ നിസ്കാരങ്ങളിലൂടെ ഇബാദത്തുകളിലൂടെ അവർക്കൊരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയും. അത്തരമൊരവസ്ഥയാണ് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇല്ലാതാക്കിയിരിക്കുന്നത്. മൂന്നാമതായി കൊണ്ടുവന്ന നിയമം, റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾ അവരുടെ ID നിർബന്ധമാക്കണമെന്നുള്ളതാണ്. നമുക്കറിയാം, ഇത്തരമൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരം ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കാരണമായി മാറും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ 10 ദിവസത്തിലെ ആ ഇഅ്തികാഫ് എന്ന് പറയുന്നത് വളരെയധികം പരിഭാവനമായ, വളരെയധികം പുണ്യങ്ങൾ കരസ്ഥമാക്കാനുള്ള അവസരമാണ്. പ്രത്യേകിച്ചത് പരിശുദ്ധ ഹറമിൽ കൂടിയാകുമ്പോൾ അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഇരട്ടിയിലധികമാണ്. നാലാമതായി, ആളുകൾ ദാനം ചെയ്യുന്ന ഫണ്ടുകളെ അത് ശേഖരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നൊരു നിയമമാണ്. നമുക്കറിയാം, ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെയധികം മഹത്വമുള്ള പ്രതിഫലമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് റമളാൻ മാസത്തിലെ ദാനധർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇത്തരമൊരു നിയമം കൊണ്ടുവരുമ്പോൾ റമളാൻ മാസത്തിൽ ആളുകൾ ദാനധർമ്മങ്ങൾ ചെയ്യാൻ മടി കാണിക്കും. അത്തരത്തിൽ ദാനധർമ്മങ്ങളിൽ കിട്ടുന്ന പൈസകൾ അത് സ്വരൂപിച്ചു കൂട്ടി ഏതെങ്കിലും ഒരു പാവപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സംഘടനകളോ ആളുകളോ ഉണ്ടാകും. അത്തരം ആളുകളെയും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവസാനത്തെ നിയമം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലം മുതൽക്ക് ഉപ്പയുടെ കൈ പിടിച്ച് പള്ളിയിലേക്ക് പോവുക എന്നുള്ളത് അവനെ സംബന്ധിച്ച് വലിയ സന്തോഷമുണ്ടാകുന്നൊരു കാര്യമാണ്. ചെറുപ്പം മുതൽക്ക് തന്നെ കുട്ടികൾക്ക് നിസ്കാരങ്ങളും മറ്റുമൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. അത്തരത്തിൽ പള്ളിയിലേക്ക് വരുന്ന കുട്ടികൾ ആ നിസ്കാരം കണ്ടുകൊണ്ട് അതിൻ്റെ മനോഹാരിത കണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ മനസ്സിലാക്കി
അവർ അതുപോലെ പഠിക്കാൻ ശ്രമിക്കും. ഇതോടൊപ്പം ഇഫ്താർ നടത്താനുള്ള ടെന്റുകളും സംവിധാനങ്ങളും ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള പലതരത്തിലുള്ള നിയമങ്ങൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ വിഷമമുണ്ടാക്കുന്ന ഓരോ നിയമങ്ങളാണ് സൗദി ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ സൽമാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പരിപാവനമായ റമദാനിൽ ഒരുപാട് പുണ്യങ്ങൾ കരസ്ഥമാക്കാനുള്ള അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെയുള്ള സത്യവിശ്വാസികൾക്ക് മേൽ ഓരോ ഇല്ലാത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ഈ ഭരണാധികാരി. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഏതു വലിയ ഭരണാധികാരിയായിരുന്നാലും ശരി, അവൻ കിടക്കേണ്ടത് 6 അടി മണ്ണിലാണ്. ഇതിനേക്കാൾ വലിയ ഏകാധിപതികളും വലിയ ഭരണാധികാരികളും ഇപ്പോൾ കിടക്കുന്നത് വെറും 6 അടി മണ്ണിൽ മാത്രമാണ്. കഴിഞ്ഞുപോയ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിലൂടെ 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു പ്രവചനം കൂടി നാം എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു ഹദീസുണ്ട്. ഒരു ഗോത്രത്തിലെ ഏറ്റവും നീചനായ ഒരു മനുഷ്യൻ അവരുടെ നേതാവായി മാറുമെന്നുള്ളത്. ഒരാളുടെ തിന്മയിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി അവൻ ആദരിക്കപ്പെടുമെന്നുള്ളത്. 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്ന ആ ഒരു പ്രവചനം ഒരുപക്ഷെ ഇപ്പോൾ സത്യമായി പുലരുകയാണ്. പരിപാവനമായ ആ ഭൂമിയിൽ മദ്യത്തിനും സിനിമയ്ക്കും അനുമതി കൊടുത്തുകൊണ്ട്, പൊതുവേദികളിൽ ആണിനും പെണ്ണിനും കൂത്താടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ രംഗത്തു വരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം അവസാന നാളിന്റെ അടയാളമായ നബിതങ്ങൾ പറഞ്ഞു വെച്ച മറ്റൊരു പ്രവചനം കാണാം. മതവിധികൾ ലംഘിക്കപ്പെടുമെന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇസ്ലാമിക പാശങ്ങൾ ഓരോന്നായി ഉടയ്ക്കപ്പെടും. ഒരു പാശം പൊട്ടുമ്പോൾ ജനങ്ങൾ തൊട്ടടുത്തതിനെ മുറുകെ പിടിക്കും. ആദ്യമായി ലംഘിക്കപ്പെടുന്നത് മതവിധികളാകും. അവസാനത്തേതാകട്ടെ നിസ്കാരവും. അതായത് ലോകാവസാനമാകുന്ന സമയങ്ങളിൽ മതവിധികൾ ലംഘിക്കപ്പെടുമെന്നുള്ളതാണ്. ഇവിടെ പരിഭാവനമായ റമദാൻ മാസത്തിൽ സത്യവിശ്വാസികൾ ചെയ്യാൻ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളെയും മുഹമ്മദ് ബിൻ സൽമാൻ ലംഘിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരിക്കലൊരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചുകൊണ്ട് ലോകാവസാനത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് ഇപ്രകാരമാണ്: വിശ്വസ്തത നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലോകാവസാനം പ്രതീക്ഷിച്ചു കൊള്ളുക. അപ്പോൾ ആ മനുഷ്യൻ നബി തങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് നഷ്ടപ്പെടുക? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് ഇപ്രകാരമാണ്: അനർഹരെ കാര്യങ്ങളേൽപ്പിക്കുന്ന ഘട്ടമെത്തിയാൽ നിങ്ങൾ ലോകാവസാനം പ്രതീക്ഷിച്ചു കൊള്ളുക. ഇതെല്ലാം കൂട്ടിയോജിപ്പിക്കുമ്പോൾ ലോകാവസാനത്തിന് ഇനി അധിക നാളുകളില്ല എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.